ശരി പോയിട്ട് വരാം കേട്ടോ. നാളെ കാണാം. ബൈ. നാളെ വൈകിട്ട് വരും കേട്ടോ. ചോറ് വെച്ചല്ലേ? ചോറ് നമ്മുടെ കൊച്ചിയിൽ പുതിയതും പഴയതുമായ വീടുകൾ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾക്ക് വാങ്ങിക്കാനല്ലട്ടാ, നിങ്ങളെ സഹായിക്കാൻ. ടീമേ, അപ്പോൾ ഇതിൻ്റെ ഓണർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ നമ്പറിൽ. അപ്പം ബ്രോക്കർ വഴിയായിട്ടൊന്നും നമ്മൾ എടുക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വ്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഒത്തിരി ഫോളോവേഴ്സും ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒത്തിരി പേര് കൊച്ചിയിൽ വീട് വെക്കാൻ ഉണ്ടാകുന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങിയേക്കാനാണ്. കൊച്ചിയിൽ മാത്രമായിട്ട് പുതിയതും പഴയതുമായിട്ടുള്ള വീട് ഞങ്ങൾ വിൽക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുക, വന്ന് കാണും, ഒരു വീഡിയോ എടുക്കും, നമുക്ക് ശ്രമിച്ചു നോക്കാം വിൽക്കാനായിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിന്ന് കോഴിക്കോട് പോവാണ്. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മച്ചി വീട്ടിൽ തന്നെയാണ്. പോയിട്ട് വരാട്ടാ. ഞാൻ പോകാഞ്ഞിട്ടായിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. എങ്കിലും നിങ്ങൾ പോണ കാര്യം വിജയിച്ചു പറ്റേ. അമ്മച്ചി വേളാങ്കണ്ണി പോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. പിന്നെ പള്ളി പരിപാടി ആയതുകൊണ്ട് അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് വന്നു കഴിഞ്ഞാൽ. എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി അല്ലേ? ഞാനും ബുദ്ധിമുട്ടുണ്ടാവുമല്ല. പിന്നെ ദൂരയാത്രയൊക്കെ അമ്മച്ചി വിളിക്കാറുണ്ട്, പക്ഷേ അമ്മച്ചിക്ക് വരാൻ പറ്റാറില്ല. കോഴിക്കോട് തന്നെയുണ്ടോ? കോഴിക്കോട് ഞങ്ങളൊരു ചെറിയ പ്രൊമോഷനും പരിപാടിയൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ കോഴിക്കോടേക്കാണ്. അപ്പോൾ എന്താ പറയാനുള്ള അമ്മച്ചി? പോണ വഴിക്കാൻ തിരിച്ചു വന്ന വഴിക്കാൻ ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം തന്നെ ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് അവിടെ പരിപാടി. അപ്പോൾ താര ആദ്യമായിട്ടാണല്ലേ കോഴിക്കോട് പോയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണല്ലേ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ എറണാകുളം, ഇടുക്കിയിൽ ടൂർ പോയാ? അപ്പോൾ തിരുവനന്തപുരം, പിന്നെ ഒരുപാട് സ്ഥലത്തൊക്കെ പോകാൻ പറ്റും അല്ലേ അമ്മച്ചി? ശരിയാ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മച്ചി. അവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാ അനുഗ്രഹവും പരിശുദ്ധാത്മാവ് ഇവരുടെ മേലെ ഉണ്ടായിരിക്കണേ. അതനുസരിച്ച് പറയാനുള്ളത് അവർക്ക് പറയാനുള്ള വെളിവഴിയോടെ അവർക്ക് കൊടുക്കുകയും ചെയ്യണമേ. താര ഒറ്റ ദിവസം മാറിയിരിക്കണം നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് പോകണം. നോക്കിയേ ശരി പോയിട്ട് വരാം കേട്ടോ. നാളെ കാണാം. ബൈ. നാളെ വൈകിട്ട് വരും കേട്ടോ. ചോറ് വെച്ചല്ലേ? ചോറ് നാളത്തെ രാത്രി ചോറ് വെച്ചേക്കാം കേട്ടാ. നമ്മൾ തോടിക്കളും ഇങ്ങനെ നടക്കണേണ്ടാ. ഇപ്രാവശ്യം ജയിക്കുന്ന MLA എങ്കിലും ശരിയാക്കി തരുമെന്ന് വിചാരിക്കുന്നു. MLA ഒന്നും പറയണ്ടേ, പറഞ്ഞു കഴിഞ്ഞു. ഫണ്ട് പാസ്സായിട്ടില്ലെന്ന്. ഇങ്ങോട്ട് MLA പറഞ്ഞിട്ട് അത് ചെയ്തു തരാന്ന് പറയാല്ല, അത് ചെയ്തു തരികയല്ല. അയാൾക്കൊരു കൂടെ ആരും നിൽക്കാന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടേ ചെയ്യുള്ളൂ. അതിന് കുറച്ച് തടസ്സങ്ങളുണ്ടെന്ന് പറയും. 18 കൊല്ലമായി അയാൾ ആവശ്യപ്പെടുന്നത്. ഇനി കോർപ്പറേഷനിൽ ഒരു അപേക്ഷ കൊടുത്ത് നോക്കണം. ഞങ്ങളുടെ ഇത് മാത്രം കൊതുകും മണവും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതിന് മുമ്പ് ടാക്സ് അടക്കണം എന്തിനാ? പിന്നെ കോർപ്പറേഷൻ ചെയ്തു തരേണ്ടത്. കോർപ്പറേഷനിൽ ഒരു അപേക്ഷ കൊണ്ട് കൊടുക്കാം. MLA എത്ര പ്രാവശ്യം പറയണത്? മാക്സിക്ക് പാർട്ടി നടത്തുന്ന സ്ഥലത്ത് എന്തെങ്കിലും ആനുകൂല്യം ചെയ്യുള്ളൂ. പറയും പിന്നെ എല്ലാവരും ചെയ്തു തരും. കഴിഞ്ഞ കൗൺസിലറും പറഞ്ഞ അങ്ങനെ ചെയ്തു തരും. പക്ഷെ ചെയ്തു തന്നില്ലെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. നമുക്ക് ഇത് ചെയ്തു തന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. നല്ലൊരു മനുഷ്യനാണ്. അതും ഇവിടെ ഇപ്പോഴത്തെ കൗൺസിലിനോടും പറഞ്ഞു. അതുപോലെ പേര് നേരിട്ട് വേണമെന്നില്ല പെരുമാറാണ്. ഇന്നത്തെ സ്ഥാനത്തൊക്കെ ആണെങ്കിൽ നല്ല പേര് എടുക്കണമെന്ന്. ഓക്കെ പോയിട്ട് ഇതൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ മതിയാക്കി. നിങ്ങൾ പോയി കോഴിക്കോടൻ ഹൽവ. ഒന്നും വേണ്ട. കോഴിക്കോട് ഹലുവ മേടിക്കാം, അല്ലെങ്കിൽ സംബൂസ മതിയാ? ഒന്നും വേണ്ട. ചെറിയ ചെറിയ സാധനങ്ങൾ മതിയോ? വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല. അവന്നാ പോണു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. എൻ്റെ ആഗ്രഹം സാധിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ.
വീട്. അപ്പൊ നമ്മളെവിടെ എത്തി? നമ്മള് കളമശ്ശേരി കഴിഞ്ഞു. കളമശ്ശേരി കഴിഞ്ഞ് ഞമ്മ എന്താ ചെയ്യേണ്ടത്? ഇനി ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മള് വൈറ്റില് തുടങ്ങി നോക്കണതാ. അപ്പൊ തൃശ്ശൂര് വരെ നമുക്ക് നല്ല ഒരു കട കണ്ടെത്താൻ പറ്റിയിട്ടില്ല. രാവിലെ എന്ത് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് രാവിലെ പുട്ട്, പഴം. പുട്ടും പഴവും ഒക്കെ ചായക്കടയിൽ കിട്ടുള്ളൂ, അത് ഇവിടെ കിട്ടൂല. നിങ്ങളുടെ നാട്ടിലേ കിട്ടുള്ളൂ. ഇടിയപ്പം, ഇഡ്ഡലി, ദോശ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചോറാ. എനിക്ക് ഇടിയപ്പം ഇഷ്ടമാണ്. ഇടിയപ്പം ഇഷ്ടമാണ്. ഇഡ്ഡലി ഇഷ്ടമാണ്. ഇഡ്ഡലി ഇഷ്ടമാണ്. ഇപ്പൊ അങ്ങനെ ഇടിയപ്പം കിട്ടുന്ന കടയൊക്കെ ഇവിടെ കുറവാ. നല്ല ചൂട് ദോശ കഴിക്കാൻ ഇഷ്ടമാണ്. ചൂട് ദോശയും ചമ്മന്തിയും കൂടി കൂട്ടി കഴിക്കും. അത് പാലാരോട്ടത്തുണ്ടായിരുന്നു. പൈദോശയല്ല, വൃന്ദാവൻ. വൃന്ദാവൻ. അത് രാവിലെ തുറന്നു കഴിഞ്ഞല്ലേ ഉള്ളൂ. വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡില്. തൃശ്ശൂര് നമ്മൾ എറണാകുളത്ത് തൃശ്ശൂർ പോകാൻ നേരത്ത് എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലുകൾ കുറവാണ്. ഞാൻ ഇങ്ങനെ പോകാൻ നേരത്ത് തൃശ്ശൂരൊക്കെ പോകാൻ നേരത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടൽ ഏതാ? എവിടുത്തെ? എയർപോർട്ടിന്റെ അടുത്ത്. അവിടെ കയറണ? അവിടെ ഈ പറഞ്ഞ ദോശ കിട്ടൂല, ബാക്കിയെല്ലാം കിട്ടും. അതിന് മുമ്പ് നമുക്ക് കയറാൻ എന്തെങ്കിലും കടയുണ്ടെങ്കിൽ കയറാം. ഇപ്പൊ താര വന്നതിന് ശേഷം രാവിലെ താര ഒരു 6:30-7 മണിക്ക് എണീക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങണമായിരിക്കും. അപ്പോൾ കട്ടൻ ചായ ഇടും, എനിക്കൊരു നല്ല കട്ടൻ ചായ കൊണ്ടുവന്ന് തരും. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലും പണിയായിരിക്കും താര. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 മണിയാകുമ്പോൾ റെഡിയാവും. ഇപ്പം ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല കേട്ടോ, എല്ലാം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം. ശീലമായി. കാപ്പി കുടിക്കാത്ത ആള് കാപ്പി കുടിച്ചു. അതല്ല, എന്തായിരിക്കും രാവിലെ എപ്പോഴും ഉണ്ടാക്കണം നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പുട്ടാട്ടാ. പുട്ട് കഴിച്ച് ഞാൻ മടുത്തു. പുട്ട് ആയി കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാറുണ്ടല്ലോ. ദോശയും വീട്ടിലേക്ക് ഉണ്ടാക്കാം. വല്ലപ്പോഴും കൂടി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കും. ഇടിയപ്പം ഉണ്ടാക്കണേ ഞാൻ വന്നു ചേട്ടനെ ഉണ്ടാക്കി തരുന്ന ഇടിയപ്പം. അത് ഞങ്ങൾ പുതിയൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ആ മെഷീനിൽ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു മണം തന്നെ ഉണ്ടാ കിട്ടണ്ട മണം കിട്ടുന്നുണ്ടാ? വിശപ്പിന്റെ മണം, സ്പ്രേ മണം. ഒരു വിശപ്പിന്റെ മണം അടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മുടെ ആലുവയിൽ എത്തിയിട്ടുണ്ട്. ആലുവ പാലം. ജിബിലാണ് വണ്ടി ഓടിക്കണത്. അപ്പൊ ഞങ്ങൾ എത്തിട്ടോ. അങ്കമാലിയിലാണ്. സൽക്കാരയിലേക്കാണ് കേട്ടോ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ട്. സൽക്കാരയിൽ ഇപ്പൊ എത്ര പ്രാവശ്യം വന്ന? കൊറേ പ്രാവശ്യമായി. ഫുഡ് കൊടുത്താ അടിപൊളിയാ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്തട്ടാ. എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കണ? ഇടിയപ്പം, മുട്ടക്കറി, പുട്ടാണ്ട്, പിന്നെ പൊറോട്ട ജിബിനാണ് കേട്ടോ. ഇടിയപ്പത്തിന്റെ ആളല്ലേ. അപ്പൊ ചായ വന്നിട്ടുണ്ട്. ഇവിടുത്തെ മുട്ട റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എവിടെയുണ്ട് സത്യണ്ട ചൂടാണ്ടാ മുട്ട റോസ്റ്റ് കഴിച്ചു നോക്കിയോ? റോസ്റ്റായിട്ട് കഴിക്കും. നമ്മളുണ്ടാക്കിയാലും ടേസ്റ്റ് അല്ലേ? ഞങ്ങളുണ്ടാക്കിയ വേറെ സ്റ്റൈലില്ല, അടിപൊളിയായിട്ടുണ്ട്. ഒരാള് ഭക്ഷണം കഴിച്ച് ബാലരമ വായിച്ചിട്ടിരിക്കുന്നുണ്ടാ? ബാലരമ വായിക്കാറുണ്ട്. ബാലരമയിലെ ഏറ്റവും ഇഷ്ടം എന്താ? എനിക്കിഷ്ടം പദപ്രശ്നം. പിന്നെ മായാവി ഇഷ്ടമാണ്. മായാവിയിലെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പേര് പറയാൻ പറ്റുമോ? പറ. മായാവി, പിന്നെ രാജുവും രാധയും, പിന്നെ ഡാഗിനി, കൂട്ടുസൻ, ലുട്ടാപ്പി, പിന്നെ വിക്രമൻ, രാജു. അതൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലേ? ഞാൻ പണ്ട് ചെറുപ്പത്തിലേക്ക് വായിക്കാറുണ്ട്. എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഞങ്ങള് പുതിയത് മേടിക്കാറില്ലായിരുന്നു. ഞങ്ങൾക്ക് ലൈബ്രറി ഉണ്ടായി. ലൈബ്രറിയിൽ നിന്ന് നമുക്ക് വാടക കിട്ടുമായിരുന്നു. വാടക നിസ്സാര പൈസ ഉള്ളു അന്നത്തെ കാലത്ത്. അപ്പൊ ഞങ്ങള് ആ പുതിയത് കിട്ടൂല,
പഴയത് 2 ആഴ്ചയൊക്കെ പഴക്കമുള്ളത്. അതിങ്ങനെ മേടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കും. 3-4 ഒരുമിച്ച് കൊണ്ടുവരും. ഒന്ന് ബാലരമ്മ, പൂമ്പാറ്റ, ബാലമംഗളം, ബാലഭൂമി ഓർക്കനല്ല, ബാലഭൂമി ഉണ്ട്. എന്നാലും ബാലരമ്മയാണ്. അതിലിങ്ങനെ കളർ പെൻസിലൊക്കെ വെച്ചിട്ട് അതൊക്കെ നമുക്ക് വരക്കാൻ പറ്റൂല. അത് പുതിയ അത് കളിക്കുടുക്കായിരുന്നു. ഇതിലുണ്ടായിരുന്നു പണ്ടെന്റെ നടുക്കത്തെ പേജിലുണ്ടായിരുന്നു. അത് പൈസയുള്ള വീട്ടിലെ പിള്ളേരായിരുന്നു മേടിച്ചിരുന്നു ബാലരമയൊക്കെ. പണ്ട് എല്ലാ പ്രാവശ്യം, അതായത് എല്ലാ മാസത്തിലും ബാലരമ്മന്റെ വീട്ടിൽ വരുത്തുമായിരുന്നു. പിന്നെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ബാലരമ്മ കടയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളില്ലേ വീട്ടിലുള്ളവർ അടുത്തുള്ളവർക്കൊക്കെ ഇല്ലേ ബാലരമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കും. എന്തെങ്കിലും വായിക്കാറുണ്ടോ? ബാലരമ്മ ഉണ്ടോ ചോദിക്കും. അത് ശരിയാണ്, അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ മേടിച്ച് വായിക്കാറുണ്ട്. എന്നിട്ട് അങ്ങോട്ടും കൊടുക്കും. ബാലരമ പൂമ്പാറ്റയൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഇങ്ങനെ നോട്ട്ബുക്ക് വെക്കണ പോലെ ഇങ്ങനെ കൂട്ടി 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 വർഷങ്ങൾക്ക് മുമ്പുള്ള ബാലരമയൊക്കെ ഉണ്ടാവും. അങ്ങനെ ബാലരമയും പൂമ്പാറ്റയും ബാലമംഗളൊക്കെ വായിച്ച ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇപ്പോഴും കളക്ഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് പറയണം കേട്ടാ. ഇതിനെക്കുറിച്ച് നിങ്ങളെക്കാളും കൂടുതൽ പറയാനൊക്കെ ഉണ്ടാവും, കമന്റ് വഴിയായിട്ട് പറയുക. എന്നാ വായിച്ചോ. വായിക്കാം. അല്ലല്ല, ഞങ്ങൾ കോഴിക്കോട് പോകുന്ന വഴിയാ. തണുപ്പുണ്ടോ? സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേരെന്താ? പെരുമ്പിലാവ് കഴിഞ്ഞ് കൊരട്ടിക്കര. സർബത്ത് കുടിച്ചു കേട്ടോ, അല്ല സോഡ നാരങ്ങളൊക്കെ കുടിച്ചു. ഇനിയിപ്പം കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ കോഴിക്കോട് പോണ വഴി ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കും. പോണേ എത്രയായി? സമയം 12 മണിയായി. 12 മണിയായിട്ടുള്ള ഉച്ചക്ക്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ട്രാവലിംഗ് ബ്ലോഗാ അല്ലേ? ആൾക്കാർ പറയണ ട്രാവലിംഗ് ബ്ലോഗ് ഇടാനാ പറയണ. കറിക്കോ? സ്നാക്സ് ഒന്നും മേടിച്ചില്ലല്ലോ. സ്നാക്സ് നമുക്ക് പോകുന്ന വഴി മേടിക്കാം. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ലൈസ് വേണോ? ലൈസ് വേണ്ട, ഇഷ്ടമല്ല. അപ്പോൾ പോവാം. സീറ്റ് ബെൽറ്റ് ഇട്ടോ? സീറ്റ് ബെൽറ്റ് ഇട്ടോ? പുറത്ത് നല്ല ചൂട്. എത്ര മണിക്ക് എത്തുന്ന കാണിക്കണം ജിബിൻ? 2:30-3 മണിയാവും ഭക്ഷണമൊക്കെ ചെയ്യും. ഹൈവേയിലേക്ക് ഇപ്പോൾ കയറുമല്ലേ? അപ്പോൾ കോഴിക്കോട് എത്താറായപ്പോൾ നമ്മൾ ഊണയിക്കാൻ വേണ്ടി കടയിൽ കയറി. ചാള വറുത്തത് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് ചാള വറുത്തത്. ഞാൻ ഓംലേറ്റ്, സിംഗിൾ ഓംലേറ്റ് വന്നിട്ട്. സാമ്പാറാണ് ഇവിടുത്തെ സ്പെഷ്യലി. സാധാ ചോറാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റില്ലേ? നല്ല വെച്ചപ്പുണ്ടല്ലേ? ടൈം 2 മണിയായിട്ടാണ്. അപ്പോൾ ജിബിനും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിബിനും ഓംലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അധികം ദൂരമില്ല കേട്ടോ. ഇനി ഒരു 1/2 മണിക്കൂർ കൊണ്ട് എത്തും. നമ്മൾ എത്തുന്നത് തന്നെ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തും ആദ്യം. നാളെയാണ് പരിപാടി. ഒരു പ്രൊമോഷനായിട്ട് വന്നതാണ്. കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് യാത്ര തുടരുവാണ്. അപ്പോൾ നമുക്ക് പോയാലോ? കോഴിക്കോട് എത്തിയാട്ടാ നമ്മള്. ഞാൻ കയറട്ടെ? കയറിക്കോ. ഹലോ ഹലോ. വീണ്ടും യാത്രയിലാണ്. അപ്പോൾ 20 മിനിറ്റ് ഉണ്ടല്ലേ? അപ്പോൾ ഏകദേശം എത്താറായി. ഫുഡ് ശരിക്കും അങ്ങനെ ഉണ്ടായി? ഫുഡ് നല്ല ഫുഡാണ്, കുഴപ്പമില്ല. കോഴിക്കോട് ഇത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ അരി ഒരു 80% വേവിക്കുള്ളൂ. ഒരു കല്ലുപോലെ ഇരിക്കുള്ളൂ. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോരോ സ്റ്റൈലില്ല. അതെ, കറികളൊക്കെ നല്ലായിരുന്നില്ലേ? നല്ലായിരുന്നു. അച്ചാർ നല്ലായിരുന്നു. ചോറ് മാത്രത്തിൽ വെന്തിട്ടില്ലെന്ന് തോന്നി അല്ലേ? ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്തിട്ടേ ഇരിക്കാം. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടോ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വയലട വ്യൂ പോയിന്റ് റിസോർട്ടിലാണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ സ്റ്റേ ചെയ്യണേട്ടാ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. സ്കൈ വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സ്കൈ വില്ല ഉണ്ടോ? അപ്പോൾ ചേട്ടൻ നമുക്ക് അകത്ത് പോയി നോക്കാം. വാവ്, നന്നായിട്ടുണ്ട്. ബെഡ്റൂമോ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ
ലിവിങ് ഏരിയ. ബെഡ്റൂമിലോട്ട് പോവാം. എന്താണിത്? ഇതേ നോക്കിയേ. അടിപൊളി. ഇതിനും കൂടി ലൈറ്റ് പോകണം. ഇപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ സമയം എന്തായി? ഇപ്പോൾ സമയം 4 മണിയായി. നമുക്ക് അടിപൊളി വ്യൂ സ്കൈ കാണണ്ടേ? ആ, കോഴിക്കോട് നിന്ന് 2000 അടി മേലിലാണ് ഈ റിസോർട്ട്. ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്. ബുക്ക് ചെയ്യാൻ വേണ്ടി ഇതിൽ വിളിച്ചാൽ മതി. ആഹാ, കൊള്ളാലോ. സ്കൈ ഇല്ല. ഇത്തിരി കൂടി ലൈറ്റ് താഴണം. ഒരു 6 മണിക്കൊക്കെയാണ് വ്യൂ. ഭയങ്കര. അപ്പൊ 6 മണിക്കാകുമ്പോ കോടയൊക്കെ വരൂല്ലേ? കോട വരും. അടിപൊളിയല്ലേ? അടിപൊളി. പ്രതീക്ഷിച്ചില്ലല്ലേ? ഇത്ര പ്രതീക്ഷിച്ചില്ല. അപ്പൊ പറയ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പറയാ, ചായ ഒക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കും അല്ലേ? അപ്പൊ അടിപൊളിയാണ് കേട്ടോ ഇവിടെ. നമുക്കൊരു ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടാ. അതെ, ആ ഗസ്റ്റിനെ വിളിക്കാൻ വേണ്ടി അങ്ങനെ പോകണത്. ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് കോഴിക്കോട് പോയി വിളിക്കണം. ഗസ്റ്റ് ആരാണെന്ന് ഇപ്പൊ പറയൂല. അത് വഴിയെ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാ. താരക്ക് ശരിക്കും അറിയാവുന്ന ഒരാളാ. അതെ. അപ്പൊ ഞങ്ങളൊരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അടുത്തോട്ട് പോവാട്ടോ. ആരാണെന്ന് ദേ നോക്കിക്കേ. ദേ നിക്കുന്നു. ഈ സൈഡിൽ കൂടെ ഇറങ്ങട്ടെ. ആളെ കാണിച്ചിട്ടില്ല. ആളെ കാണിക്കാം. ഹലോ. ഇതെന്തോ ആകെ ക്ഷീണിച്ചല്ലോ നീ. ആകെ ക്ഷീണിച്ച്. എന്തോ ഇത് ക്ഷീണിച്ചിരിക്കുന്നു. മുടി വെട്ടാത്ത എന്താ? ഈ ഭാഷം വേണ്ട. ഹായ്, എന്താണ്? അറിയോ ചേട്ടാ? പുതിയ ഭാഷ. അല്ല, അവന്റെ മുടി. നീ എവിടെ? റൂം എവിടെ നിന്റെ? നടന്നു പോണോ? അപ്പൊ ഇതാണ് തങ്കു വർക്ക് ചെയ്യുന്ന ഷോപ്പ് കേട്ടാ. ഇത് ഹബ്ബ് ചെറുട്ടിയില്. ആ, അപ്പൊ ജംഗ്ഷൻ ആയിരുന്നു അല്ലേ? പോട്ടാ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.